നമസ്കാരം. ആയുരാരോഗ്യ വിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നീലഭൃംഗാതി കേരതൈലവും നീലഭൃംഗാതി തൈലവും എന്ന പ്രശസ്തമായ ആയുർവേദ തൈലങ്ങളെക്കുറിച്ചാണ്. പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഇവ രണ്ടും ഒന്നാണോ? ഇവയുടെ ഔഷധ ഗുണങ്ങൾ ഏകദേശം ഒന്നു തന്നെയാണ്. പ്രധാന വ്യത്യാസം ഏത് എണ്ണ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് എന്നതാണ്. നീലഭൃംഗാതി തൈലം എള്ളെണ്ണ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്നതാണ്. നീലഭൃംഗാതി കേരതൈലം വെളിച്ചെണ്ണ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്നതാണ്. അമരിയില, കയ്യോന്നി, ഉഴിഞ്ഞ, പച്ചനെല്ലിക്ക എന്നിവ ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ ആട്ടിൻപാല്, തേങ്ങാപ്പാല്, എരുമപ്പാല്, പശുവിൻ പാല് എന്നിവ ചേർക്കുന്നു. തുടർന്ന് ഇരട്ടിമധുരം, കുന്നിവേര്, അഞ്ചുനക്കല്ല് എന്നിവയുടെ കൽക്കം ചേർത്ത് വിധിപ്രകാരം കാച്ചിയെടുത്താണ് നീലഭൃംഗാതി തൈലം തയ്യാറാക്കുന്നത്. ഈ തൈലത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. അകാല നര കുറയ്ക്കാൻ സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കാലിത്യമുള്ളവരിൽ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. മുടിയുടെ അറ്റം പിളരുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. തലയോട്ടിലെ ചൊറിച്ചിൽ ശമിപ്പിക്കുന്നു. താരൻ കുറയാൻ സഹായിക്കുന്നു. മുടി നേർത്തുപോകുന്നത് നിയന്ത്രിക്കാൻ സഹായകമാണ്. മുടിക്ക് കരുത്തും ആരോഗ്യകരമായ വളർച്ചയും നൽകുന്നു. ഈ തൈലം ആവശ്യത്തിന് തലയോട്ടിയിലും മുടിയിലും പുരട്ടി നന്നായി മസാജ് ചെയ്യുക. ഏകദേശം 30 മിനിറ്റ് നേരം തൈലം തലയിൽ നിലനിർത്തിയ ശേഷം ഹെയർ വാഷ് പൗഡറോ വീര്യം കുറഞ്ഞ ഷാമ്പോ ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. കഴുകുന്നതിനായി ചൂടാക്കി തണുപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതാണ്. ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിക്കുന്നത് മുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആയുർവേദ ആരോഗ്യ വിജ്ഞാനങ്ങൾക്കായി ആയുരാരോഗ്യ വിദ്യ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ആരോഗ്യത്തോടെ ഇരിക്കുക.